ഗാസയിൽ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇസ്രായേൽ സൈന്യം 92 സഹായ അന്വേഷകരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. 19 പേർ പട്ടിണി കിടന്ന് മരിച്ചിരിക്കുന്നു. വടക്കൻ ഗാസയിൽ 79 സഹായ അന്വേഷകരെയും തെക്കൻ ഗാസയിൽ 13 പേരെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി. കൂടുതൽ പലസ്തീനികൾ പട്ടിണി കിടന്ന് മരിക്കുന്നതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഗാസയിലുടനീളം ഇസ്രായേൽ സൈന്യം കുറഞ്ഞത് 115 പലസ്തീനികളെ കൊന്നൊടുക്കി. ഇതിൽ വടക്കൻ സെക്കിം ക്രോസിംഗിലും റാഫയിലെയും ഖാൻയോയിലെയും സഹായ കേന്ദ്രങ്ങളിലും ഭക്ഷണം വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ വെടിയേറ്റു മരിച്ച 92 പേരും ഉൾപ്പെടുന്നു. ജൂലൈ 17-ന് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിയിൽ ബോംബാക്രമണം നടത്തി. 3 പേർ കൊല്ലപ്പെടുകയും കുറഞ്ഞത് 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് ശേഷം അപലപനീയമായ പ്രസ്താവനകൾ ഉണ്ടായി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇതിനെ സ്വീകാര്യമല്ല എന്ന് വിളിച്ചു. ഇതിൽ തനിക്ക് അഗാധമായ ദുഃഖമുണ്ടെന്ന് പോപ്പ് ലിയോയും പറഞ്ഞു. ആഗോളതലത്തിൽ പ്രതിഷേധമുയർന്നപ്പോൾ ആക്രമണത്തിൽ ഖേദിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ തയ്യാറായി. ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയോർക്കേറ്റിന് ക്രിസ്ത്യൻ സമൂഹത്തെ സന്ദർശിക്കാനും ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്ക് പരിമിതമായ ഭക്ഷണവും മരുന്നും എത്തിക്കാനും സഭാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു. വടക്കൻ ഗാസയിൽ UN സഹായ ലോറികൾക്കായി കാത്തിരുന്ന 67 പേരെയെങ്കിലും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതായി ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് കടന്ന ചെക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്ത ഉടൻ തന്നെ തങ്ങളുടെ 25 ട്രക്ക് വാഹന വ്യൂഹം വിശക്കുന്ന സാധാരണക്കാരുടെ വൻ ജനക്കൂട്ടത്തെ അഭിമുഖീകരിച്ചുവെന്നും ഇസ്രായേൽ അവരെ വെടിവെച്ചു കൊന്നുവെന്നും UN വേൾഡ് ഫുഡ് പ്രോഗ്രാം പറഞ്ഞു. ഭീഷണി ഒഴിവാക്കാനായി മുന്നറിയിപ്പ് വെടിയുതിർത്തതാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങളുടെ എണ്ണത്തിലും അവർ തർക്കിക്കുന്നു. ഗാസയിൽ കടുത്ത വിശപ്പ് വർദ്ധിച്ചു വരികയാണെന്നും അതിശക്തമായ ക്ഷീണമുള്ളവരായ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും WF മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ശരീരങ്ങൾ ശോഷിച്ചു പോയ നൂറുകണക്കിന് ആളുകൾ വിശപ്പ് മൂലം മരണമടയാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി അവർ. ഗാസയിലെ സാധാരണക്കാർ പട്ടിണിയിലാണെന്ന് ഐക്യരാഷ്ട്രസഭയും പറഞ്ഞു. അവശ്യവസ്തുക്കൾ അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ക്ഷാമം മൂലം 18 മരണങ്ങൾ രേഖപ്പെടുത്തി. വടക്കൻ ഗാസയിൽ നിന്നുള്ള നിരവധി പേരെ ഗാസ സിറ്റിയിലെ ഷിഫ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രി തകർന്നുപോയതായി അവിടുത്തെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹസൻ അൽ ഷെയർ പറഞ്ഞുവെന്ന റിപ്പോർട്ടുമുണ്ട്. കഴിക്കാൻ ഒന്നുമില്ലാത്തതിനാൽ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ആളുകൾ വെള്ളവും ഉപ്പും മാത്രം കഴിച്ചാണ് ജീവിക്കുന്നത്. ഞായറാഴ്ച യുദ്ധത്തിന്റെ ക്രൂരത ഉടനടി അവസാനിപ്പിക്കാൻ പോപ്പ് ലിയോ 14 ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിയിൽ ഒരു മാരകമായ ആക്രമണം നടന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിൽ തന്റെ രാജ്യം അഗാധമായി ഖേദിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല. 2023 ഒക്ടോബർ 7-ന് ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചത്. അതിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 251 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നതിനനുസരിച്ച് ഗാസയിൽ 58,895-ലധികം പേർ ഇസ്രായേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതാണ് മരണസംഖ്യയെക്കുറിച്ചുള്ള ലഭ്യമായ ഏറ്റവും വിശ്വസനീയമായ സ്ഥിതിവിവരക്കണക്കുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.